ഞാനിപ്പോൾ കടമെടുത്ത് ബിൽഡിങ് പണിയുന്നതിന്, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിന് ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ പണിയുന്നതിന് പകരം ഇവരെനിക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് തരുന്നു. ആ പൈസ വെച്ച് ഞാൻ ബിൽഡിങ് പണിയുന്നു. ഐ റീപേ ദം ഇൻ ടേംസ് ഓഫ് സർവീസ് ദാൻ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്. മെയിനായിട്ട് ഇതിനകത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു 350 ദിവസത്തെ പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്ന് മാത്രം. ഈ 350 ഡേയ്സ് അവർക്ക് ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് ആ സന്ദർഭങ്ങളിൽ വന്ന് താമസിച്ച് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകാം. ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അവർ ഡിസ്ചാർജായി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്പർ ഓഫ് ഡേയ്സ് വുഡ് ബി ക്യാരി ഫോർവേഡ്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് മുട്ട് റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒന്ന് വീണു ഫ്രാക്ചർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി, യൂട്രസ് റിമൂവൽ സർജറി ചെയ്യേണ്ട വന്നു, 2 മാസത്തെ ബെഡ് റെസ്റ്റ് വേണം. അവർ 2 മാസം വന്ന് താമസിക്കുന്നു. സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ പോകുന്നു. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, റീഹാബിലിറ്റേഷൻ വേണം, 2 മാസം അവർക്ക് വന്ന് താമസിക്കണം, അല്ലെങ്കിൽ 3 മാസം വന്ന് താമസിക്കണം, അവർക്ക് വന്ന് താമസിക്കാം. മെമ്പർ ആവുന്ന ഒരാളെ സംബന്ധിച്ചോളം പ്രൈസ് പ്രൊട്ടക്ഷനുണ്ട്. ഇന്ന് അവർ 5 ലക്ഷം രൂപ തരുന്നു. 5 ലക്ഷം രൂപയുടെ ചിലപ്പം ശരിക്കുള്ള ആവശ്യം വരുന്ന 5 കൊല്ലോ 8 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞാണെങ്കിൽ പോലും അവർക്ക് 350 ദിവസത്തിന് ഒരു വ്യത്യാസവും ഇല്ല. 350 ഡേയ്സിൽ സിഗ്നേച്ചറിലെ എല്ലാ സർവീസസും, ലൈക്ക് റെൻറ്റ്, നഴ്സിംഗ് കെയർ, ഫുഡ്, ലോണ്ട്രി, ഡോക്ടർ കൺസൾട്ടേഷൻ, ഫിസിയോതെറാപ്പി, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്.